കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നായ ഇളനീർ വെപ്പ് ഞായറാഴ്ച രാത്രി നടക്കും. ഇളനീർ വെപ്പിന് ഉപയോഗിക്കുന്ന ഇളനീർ കാവിനുമുണ്ട് നിരവധി പ്രത്യേകതകൾ. ഇളനീർ സംഘം ഇളനീർ കാവുകളുമായി കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു. പ്രകൃതിയുടെ ഉത്സവമായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഇളനീർപ്പിന് ഇളനീർക്കാർ തോളിലേറ്റി പോകുന്ന ഇളനീർക്കാവും പ്രകൃതിയുടെ സ്വത്ത് തന്നെ. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വിഭവങ്ങൾ കൊണ്ടാണ് ഇളനീർക്കാവ് നിർമ്മിക്കുക. ഇളനീരുകൾ ശേഖരിച്ച ശേഷം കരിമ്പനയുടെ തണ്ടും തെങ്ങിന്റെ പാന്തവും ഉപയോഗിച്ചാണ് ഇളനീർക്കാവുകൾ ഒരുക്കുക. തലേദിവസം തെങ്ങിന്റെ പാന്തം ശേഖരിച്ച് വെള്ളത്തിലിട്ട് നല്ല രീതിയിൽ ചീകി മിനുക്കും. ഈ പാന്തം ഉപയോഗിച്ചാണ് ഇളനീർക്കാവ് കെട്ടുക. പ്ലാസ്റ്റിക് വസ്തുക്കളോ മറ്റ് സാമഗ്രികളോ ഉപയോഗിക്കാത്തതാണ് ഇതിന്റെ പ്രത്യേകത. കരിമ്പനയുടെ തണ്ടിന്റെ ഇരുവശങ്ങളിലുമായി 3 വീതം ഇളനീറുകൾ കെട്ടിയാണ് കാവ് നിർമ്മിക്കുന്നത്. ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത്തരം സാമഗ്രികൾ കാവിനുവേണ്ടി ഉപയോഗിക്കുന്നത്. നെയ്യാട്ടത്തിന് പിറ്റേ ദിവസം മുതൽ വ്രതം നോറ്റാണ് ഇവർ കൊട്ടിയൂരിലേക്ക് യാത്ര തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.